നമസ്തേ. സിനിമയുമായി ബന്ധപ്പെട്ട മേഖലയിലുള്ള ടോവിനോ തോമസ് ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന അതീവ ഗുരുതര സ്വഭാവമുള്ള സിനിമാ മേഖലയിലുള്ള ഒരുപാട് പേർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുള്ള ആ റിപ്പോർട്ട് പുറത്തു വരുവാൻ ടോവിനോ തോമസ് ഒരക്ഷരം മിണ്ടാത്തത്? സ്വന്തം അച്ഛൻ പ്രവർത്തിക്കുന്ന സിനിമാ മേഖലയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അതീവ ഗുരുതര സ്വഭാവമുള്ള ലക്ഷങ്ങൾ പൊടിച്ച ഒരു കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് അതിലുള്ള കുറ്റാരോപിതർ, എൻ്റെ അച്ഛൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള പലരും അതിൽ പ്രതികളാണ്, കുറ്റാരോപിതരാണ്, ആ റിപ്പോർട്ട് പുറത്തു വരണമെന്ന് എന്തുകൊണ്ടാണ് ഈ പറയുന്ന വിസ്മയ മോഹൻലാൽ മിണ്ടാത്തത്? സിനിമ മേഖലയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ടെലിവിഷൻ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവതാരകയായി പ്രവർത്തിക്കുന്ന രഞ്ജിനി ഹരിദാസ് എന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരണം എന്ന് പറഞ്ഞുകൊണ്ട് ശബ്ദിക്കാത്തത്? അപ്പോൾ ഇവരുടെയൊക്കെ ഉദ്ദേശം മറ്റു പലതുമാണ്. അപ്പോൾ പല വ്യക്തികളെയും പലതരത്തിൽ പണം കൊണ്ടോ മറ്റ് ഇതര രീതികളിലോ സ്വാധീനിക്കുവാൻ ഈ പറയുന്ന വിധ്വംസക വ്യക്തികൾക്കും സംഘടനകൾക്കും സാധിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ അനുരണനങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരെയൊക്കെ പിന്തുണച്ച് നമ്മൾ പോയിക്കൊണ്ടിരുന്നാൽ ഭാരതം എന്ന ഈ രാഷ്ട്രം അരാജകവാദത്തിലേക്ക് കൂപ്പുകുത്തും. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഭരണമൊന്നും ഇല്ലാതെയാക്കി ഇവിടെ ഇവർക്ക് തോന്നുന്ന രീതിയിൽ ഭരണം നടത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം. അല്ലായിരുന്നെങ്കിൽ ഇവർ ബന്ധപ്പെട്ട ഇവരുടെ പ്രവർത്തന മേഖലയിൽ ഒന്നും ഇവരാരും പ്രതികരിച്ചിട്ടില്ല. ഈ കേരളത്തിൽ ആശാവർക്കർമാരുടെ സമരം നടന്നപ്പോൾ ഈ പറയുന്നവരൊന്നും ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അതുപോലെ തന്നെ PSC ക്രമക്കേടുകൾ നടന്ന് PSCയിൽ പിൻവാതിൽ നിയമനങ്ങൾ നടന്നപ്പോഴൊന്നും ഇവരാരും പ്രതികരിച്ചിട്ടില്ല. ഒരുപാട് സഹകരണ ബാങ്കുകളിൽ ഒരുപാട് വ്യക്തികൾ ലക്ഷങ്ങൾ കൊണ്ടുപോയിട്ടിട്ട് 10,000 പോലും തിരിച്ചു കൊടുക്കാതെ സമരം ചെയ്തപ്പോഴും മരണപ്പെട്ടപ്പോഴൊന്നും ഇവർ പ്രതികരിച്ചില്ല. അതുപോലെ എത്രയോ അഴിമതികൾ ഇവിടെ നടക്കുന്നു, മാസപ്പടി കേസുകൾ നടക്കുന്നു. അതുകൂടാതെ ഇവരുടെ തന്നെ പിൻവാതിൽ നിയമനങ്ങളും ഇവരെ പോലെ ഒരുപാട് വ്യക്തികളെ തിരികെ കയറ്റിയതും ലക്ഷങ്ങൾ കോടികൾ ഒക്കെ അഴിമതിപ്പണം വാങ്ങിയതുമൊക്കെ ഇവിടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇതിനെതിരെ ഒന്നും ഇവർക്ക് മിണ്ടുവാൻ കഴിയില്ല. അപ്പോഴൊക്കെ പുട്ടും പഴവും തിന്ന് അണ്ണാക്കിൽ പിരിവിട്ടിരിക്കുകയാണ് ഇവരെല്ലാം. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ഇത്തരക്കാരുടെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കി പ്രതികരിച്ചാൽ നല്ലത്. ഇവൻ്റെയൊക്കെ ഉദ്ദേശം മറ്റു പലതുമാണ്. നന്ദി, നമസ്കാരം.